ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് നിലവിൽ പെൻഷൻ വാങ്ങുന്ന ആളുകൾ വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കുന്നതുമായി ബന്ധപ്പെട്ടാണ്. അതായത് നിലവിൽ പെൻഷൻ വാങ്ങുന്ന എല്ലാ ആളുകളും വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതുണ്ടോ, ആരൊക്കെയാണ് പഞ്ചായത്തിൽ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടത് എന്നാണ്. കഴിഞ്ഞ വർഷം വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിച്ച ആളുകൾ സമർപ്പിക്കേണ്ടതില്ല എന്നാണ് അറിയുന്നത്. അത് നമ്മൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾ വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണമെങ്കിൽ സെൻറ്ററിൽ വന്നിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾ ആധാർ കാർഡുമായോ അല്ലെങ്കിൽ പെൻഷൻ വാങ്ങുന്ന ആ സ്ലിപ്പുമായോ വന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ ആ സൈറ്റിൽ കാണിക്കുന്നതാണ് നിങ്ങൾ വരുമാന സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഹാജരാക്കിയിട്ടുണ്ടോ, ഇനി സമർപ്പിക്കേണ്ടതുണ്ടോ എന്നുള്ളത്. അപ്പോൾ അതിൽ നിങ്ങൾ സമർപ്പിച്ചിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത് എങ്കിൽ പിന്നെ നിങ്ങൾ കൊടുക്കേണ്ട ആവശ്യമില്ല. അതല്ല, നിങ്ങൾ ആധാർ നമ്പറോ അല്ലെങ്കിൽ പെൻഷൻ വാങ്ങുന്ന നമ്പറോ ഉപയോഗിച്ചുകൊണ്ട് ചെക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചിട്ടില്ല അല്ലെങ്കിൽ ഹാജരാക്കിയിട്ടില്ല എന്നാണ് അവിടെ സ്റ്റാറ്റസ് കാണുന്നത് എങ്കിൽ നിങ്ങൾ നിർബന്ധമായും വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതാണ്. ഇങ്ങനെ ഹാജരാക്കേണ്ട ആളുകളുടെ ലിസ്റ്റ് ഞാൻ പഞ്ചായത്തുമായി ബന്ധപ്പെട്ടപ്പോൾ അവർ പറഞ്ഞത് ഞങ്ങൾ അതാത് മെമ്പർമാർക്ക് നൽകിയിട്ടുണ്ടെന്നാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങളെ മെമ്പറുമായി ബന്ധപ്പെട്ട് അവരുടെ ലിസ്റ്റിൽ വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ട ആളുകളുടെ പേരുണ്ട്. അപ്പോൾ ആ ലിസ്റ്റിൽ നിങ്ങളെ പേരുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ പറയാം. അങ്ങനെ ആ ലിസ്റ്റിൽ പേരുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതാണ്. അല്ലെങ്കിൽ എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ നിലവിലുള്ള പെൻഷൻ മുടങ്ങും എന്നാണ് പഞ്ചായത്തിൽ നിന്ന് അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ അക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഹാജരാക്കേണ്ട ആവശ്യമില്ല. ഹാജരാക്കേണ്ട ആളുകളെ ലിസ്റ്റ് മെമ്പറുമായി ബന്ധപ്പെട്ട് ചെക്ക് ചെയ്യുക. എന്നിട്ട് അതിലുള്ളവർ മാത്രം വരുമാന സർട്ടിഫിക്കറ്റിന് അപേക്ഷ കൊടുക്കുക. ഓക്കെ. ഇനി അങ്ങനെ ഹാജരാക്കേണ്ട ആളുകൾ സെൻറ്ററുമായി ബന്ധപ്പെട്ട് വരുമാന സർട്ടിഫിക്കറ്റിന് അപേക്ഷ കൊടുക്കുമ്പോൾ എന്തൊക്കെ രേഖകളാണ് നിങ്ങൾ കയ്യിൽ സൂക്ഷിക്കേണ്ടത്, കയ്യിൽ കരുതേണ്ടത് എന്നാണ്. ഒന്ന്, നിങ്ങളെ ആധാർ കാർഡ് തന്നെയാണ്. രണ്ടാമത് നിങ്ങളെ റേഷൻ കാർഡാണ്. മൂന്നാമത് നിങ്ങൾ ഹാജരാക്കേണ്ടത് നിങ്ങളെ സ്ഥലത്തിൻ്റെ നികുതി ചീട്ടാണ്. ഈ 3 രേഖകളാണ് നമ്മൾ വരുമാന സർട്ടിഫിക്കറ്റിന് നമുക്ക് ലഭ്യമാകാൻ നമ്മൾ അപേക്ഷിക്കുമ്പോൾ കൊടുക്കേണ്ട രേഖകൾ. ഓക്കെ. പിന്നെ ഇത് കൂടാതെ നിങ്ങൾ സെൻറ്ററിൽ വരുന്ന സമയത്ത് ഇപ്പോൾ എല്ലാ വില്ലേജിലും ഒരു സത്യപ്രസ്താവന നിങ്ങൾ ഫില്ല് ചെയ്ത് കൊടുക്കണം. അതായത് നിങ്ങളെ ഫുൾ ഡീറ്റെയിൽസ്, ഇത്ര സ്ഥലം, ഭൂമി ഇത്ര ഉള്ളത്, മറ്റുള്ള വരുമാനങ്ങൾ എന്തൊക്കെയാണ്, അങ്ങനെ നിങ്ങളെ എല്ലാ കാര്യങ്ങളും അതിൽ ആ ഫോമിൽ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുത്ത് അതും കൂടി അപ്ലോഡ് ചെയ്താൽ മാത്രമേ, അഥവാ വില്ലേജ് ഓഫീസിലേക്ക് സമർപ്പിച്ചാൽ മാത്രമേ നമുക്ക് വില്ലേജ് ഓഫീസർമാർ ഇപ്പോൾ വരുമാന സർട്ടിഫിക്കറ്റ് നമുക്ക് നൽകുള്ളൂ. ആദ്യം എന്തായിരുന്നു വെച്ചാൽ നമ്മൾ ഈ 3 രേഖ മാത്രം മതിയായിരുന്നു. എന്നാൽ പല പരാതികളും ഉണ്ടായത് കാരണം ഈ ഒരു സത്യപ്രസ്താവന, എൻ്റെ പേരിൽ ഇത്രയാണ് സ്ഥലം, എൻ്റെ കാര്യങ്ങൾ, അങ്ങനെ മൊത്തം ഡീറ്റെയിൽസ് ആ ഫോമിൽ നമ്മൾ ഫില്ല് ചെയ്യാൻ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വില്ലേജ് ഓഫീസർ ആ അഫിഡവിറ്റ് അല്ലെങ്കിൽ സത്യപ്രസ്താവന ഫുള്ളൊന്ന് വായിച്ചു നോക്കി ഏകദേശം നിങ്ങളൊരു വരുമാനം കണക്കാക്കി നിങ്ങൾക്ക് വരുമാന സർട്ടിഫിക്കറ്റ് നൽകുന്നതാണ്. അതിന് വേണ്ടിയിട്ടാണ് ആ സത്യപ്രസ്താവന നമ്മൾ സമർപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ കമൻ്റായിട്ട് അറിയിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരും. അതുവരെ നൗ സലാം ടെക് വത്തലൂർ സൈനിങ് ഔട്ട്. താങ്ക് യു.